കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക ഷാർജയിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് നിതീഷ്, നിതീഷിന്റെ സഹോദരി, നിതീഷിന്റെ അച്ഛൻ എന്നിവർക്കെതിരെ കുണ്ടറ പോലീസ് കേസെടുത്തു. വിഭജികയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി. ഒരു കുറ്റം എന്റെ മോളെ പറ്റി അവൻ പറയട്ടെ, ഒരു കുറ്റം. സാറ് നാട്ടുകാരോട് ചോദിച്ചു നോക്ക്, ആ ദുബൈയിൽ അന്വേഷിച്ചു നോക്ക്. അന്ന് ഉണ്ടായിരുന്നെന്ന് ഇപ്പൊ പറയുന്നത്. അവര് നമ്മള് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് എവിടായിരുന്നു? സി ബി ഹോട്ടലില്ല, സിപെലിന്റെ ആ ഹോട്ടലിൽ വെച്ച് കല്യാണം നടത്തിയിട്ടും അവർക്ക് മുഴുത്തില്ല. നമ്മൾ ആർഭാടമായിട്ട് നടത്തി കൊടുത്തില്ല, അതും പോരായിരുന്നു. പിന്നെ ആഡംബര കാറ് വേണം, ആഡംബര കാറ് വേണം അവർക്ക് ആഡംബരം ആഡംബരം ആഡംബരം. കൊണ്ട് പറ്റുന്ന നമ്മൾ കൊടുത്തു. എന്നെ കൊണ്ട് കൊടുക്കാവുന്ന മാക്സിമം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ എന്റെ മോളെ ഞാൻ അയച്ചത്. അവരെ മോളെ വലിയ ആഡംബരത്തിലൊക്കെ ഒരച്ഛനില്ലെങ്കിൽ തന്നെ എന്താഡംബരോടി, ഇതിൽ കൂടുതൽ ആഡംബരത്തിൽ ഇനി എന്തായിക്കാനാ? എന്റെ മോളെ വിരൂപിയാക്കി കൊന്നു കളഞ്ഞില്ലേ സാറേ? പക്ഷെ ഒരു കാര്യമാ, എന്റെ മോളെയും എന്റെ കുഞ്ഞിനെയും എനിക്ക് വിട്ടുകിട്ടണം. അതുപോലെ നമ്മളെ നീതിപീഠത്തിൽ, കേരളത്തിലെ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അവനെ, അവന്റെ പെങ്ങളെയും അവന്റെ അച്ഛനെയും ഈ സ്ഥിതിയിലാക്കിയത്. അതുകൊണ്ട് അങ്ങേയറ്റം അന്വേഷണത്തിനും പോണം. എനിക്ക് ഉന്നത അന്വേഷണം തന്നെ എന്റെ കുഞ്ഞിന് കിട്ടണം. ആരോപണം അവൻ എന്നോട് തന്നെ മര്യാദയോട് സംസാരിച്ച്, ഈ 61 വയസ്സായി എന്നോട് തന്നെ അവൻ മര്യാദയോട് സംസാരിച്ചതിന്റെ വീഡിയോ കോള് ഞാൻ അവന്റെ ചേട്ടൻ, ഈ തന്തയെന്ന് പറയുന്ന എന്റെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ മോൾ അവനെ പരിചരിക്കണമെന്ന്. എങ്ങനെയാ സാറേ അന്യനാട്ടിൽ നിൽക്കുന്ന മോള് ഇയാളെ പരിചരിക്കുന്ന എങ്ങനെയാ? അപ്പൊ എന്റെ മോള് നാട്ടിൽ നിന്നുകൊണ്ട് വെള്ളമടിച്ച് കിടക്കുന്നവന്റെ റൂമിൽ ചെന്ന് ചോറുണ്ണാൻ വിളിക്കണം, തട്ടി വിളിക്കണം. എന്നിട്ട് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോ അവനോട് ഡോക്ടർ ചോദിച്ചേ, നിനക്ക് വേണ്ടിയാണോ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചത്, നിന്റെ അച്ഛന് വേണ്ടിയാണോന്ന്? അപ്പൊ എന്താണെന്ന് സാറേ ആ ഡോക്ടർ മനസ്സിലാക്കിയില്ലേ അവന്റെ സ്വഭാവം എന്താണെന്ന്? അവന്റെ അച്ഛൻ എപ്പോഴും ഉള്ളൊരു പരാതിയാ, എന്നെ എങ്ങനെ പരിചരിക്കണമെന്നാ, ഏത് ഉദ്ദേശത്തിൽ പരിചരിക്കണമെന്നാ അയാൾ ഉദ്ദേശിക്കുന്നത്? എന്റെ മോളെ കണ്ണ് നിറയിച്ചിട്ടില്ല, നിറയിക്കാനുള്ള അവസരങ്ങൾ എന്റെ മക്കൾ ഉണ്ടാക്കിയിട്ടില്ല സാറേ. ഈ നാട്ടുകാരോട് ചോദിച്ചറിയാം, ഇത്രയും പഞ്ചപാവങ്ങളായിരുന്നു ഈ 2 മക്കളും. ഇതൊന്നും ഞങ്ങളെ അറിയിച്ചില്ലല്ലോ ഭഗവാനെ. ഇത്രയൊന്നും ഒരിക്കലും സംസാരിക്കുമ്പോ മുഖം തന്ന് സംസാരിച്ചിട്ടില്ല. അമ്മ എനിക്ക് കൊച്ചിനെ നോക്കണം, അല്ല ഈ ഒരു 6 മാസമാണെന്ന് തോന്നുന്നു സാറേ നല്ലപോലെ ഒരു അരമണിക്കൂർ മോൾ എന്റെ മുഖത്തോട്ട് മുഖം നോക്കി സംസാരിച്ചിട്ട്. നമ്മൾ വിചാരിക്കുന്ന ജോലിയുണ്ട്, ജോലിയും കഴിഞ്ഞിട്ട് വന്ന് കൊച്ചിനെ നോക്കുന്നതൊക്കെ എന്റെ അതായിരിക്കും കരുതി. അവളെ പല മുറിവുകളും പാടുകളും മറയ്ക്കാനായിരുന്നു കാണും. പിന്നെ അതുമല്ല, വാട്സപ്പിൽ അധികം വിളിക്കത്തുമില്ല, കാര്യം അടയാളങ്ങൾ ഉണ്ടായിരിക്കും മുഖത്ത്. കൊച്ചൊരടയാളം കണ്ടാലും ഞാൻ ചോദിക്കും, എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നു? അതുകൊണ്ടായിരിക്കും അവള്. അപ്പൊ അവരെ നടത്തിയെങ്കിൽ നമ്മളെ കുഞ്ഞിനെ നമ്മളെ മാക്സിമം നമ്മള് നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊടുത്തത്. SMTV ന്യൂസ്, കൊല്ലം.